ഹലോ ഗൈസ്, സോ ഏജർ വ്ലോഗിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അബ്ദുൽ ഗഫൂർ വളാഞ്ചേരി. നമ്മളിപ്പോൾ ഉള്ളത് ദുബായിൽ റൂമിൽ. എന്നും ഇൻട്രോ ഇവിടെ തന്നെ എടുക്കുന്നത്. ഇൻട്രോക്ക് പ്രത്യേക ഒന്നുമില്ല, എന്നും സെയിം അനുവനും ഉണ്ടായിരിക്കും. എന്നും സെയിം ഇൻട്രോ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ദുബായ് സീരീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റും ഷെയർ ഒക്കെ ചെയ്യാം. എവിടെ ഇപ്പാന്റെ കുട്ടി എവിടെ? ഇപ്പാന്റെ കുട്ടിയുടെ ഡ്രസ്സൊക്കെ മാറിയത് അവിടെ എവിടെ 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 അതാ വ്ളോഗിന് റെഡി ആയിട്ട് നിൽക്കണം. ഓക്കെ, ചാടി കളിക്കണം. ഓക്കെ, ഓന്റെ വണ്ടി ഓൻ തന്നെ തള്ളണം. സോ ഞങ്ങൾ ഇന്ന് ഇറങ്ങുന്നത് പിന്നെ ആ കുട്ടി ലിഫ്റ്റ് നോക്ക്, ലിഫ്റ്റ് കുട്ടിയുടെ കയറും കേട്ടോ. പിന്നെ ബുർജുൽ അറബയിലേക്കാണ് ഇന്ന് പോകുന്നത്. അവിടെ തന്നെ അവിടുത്തെ ബീച്ച്. പിന്നെ ഏതൊരു സ്ഥലം പറഞ്ഞത്? ഏത് സൂക്കാണ് പറഞ്ഞത്? തോന്നി ഏതൊരു സൂക്ക് പറഞ്ഞിട്ടുണ്ട്. ഒരു എന്തൊരു സൂക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ തന്നെ ഒരു ഹോട്ടലുണ്ട്, ബുഖാരി, അതായത് ബുഖാത്തി അങ്ങനത്തെ ഒരു ഹോട്ടലും പറഞ്ഞു. ഇന്ന് ഉച്ചക്ക് ലഞ്ച് അവിടെ നിന്നാക്കാം. നമ്മളൊരു കൂട്ടുകാരൻ പറഞ്ഞു നല്ല ലഞ്ചാണ്, ഷയറി മീനും നല്ല വൈറ്റ് റൈസും ഒക്കെ ആയിട്ട് ഒരു നല്ല ഇത് 10 ദിർഹമുള്ളൂ എന്ന് പറഞ്ഞു. ദിർഹത്ത് നോക്കിയിട്ടല്ല, ദിർഹം നോക്കിയിട്ടല്ല നമ്മൾ കഴിക്കുന്നത്. പക്ഷെ ഒരു വെറൈറ്റി, സംതിങ് ഡിഫറൻസ് അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും നമ്മള് ഇറങ്ങാനായി. നമ്മളിതാ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുകയാണ്. ഓക്കെ, ഇന്നിപ്പോ നമ്മള് ബുർജുൽ അറബയിലേക്കാണ് പോകുന്നത്. ബുർജുൽ അറബ അവിടെ തന്നെ ഒരു ഹോട്ടലുണ്ട്, പിന്നെ അവിടെ ഒരു സൂക്ക് ഉണ്ട്, സൂക്കത്തിൽ മദീന, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് എന്ന് പറഞ്ഞു. സോ ഇന്ന് നമ്മളെ യാത്ര അങ്ങോട്ടാണ്. സോ നമ്മളെ കൂടെ നിൽക്കുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ല നല്ല വീഡിയോസ് ആയിരിക്കും പ്രതീക്ഷിക്കുന്നത്. നമ്മളെ യാത്രകൾ ഇങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട്. അത് മാക്സിമം നമ്മൾ എന്താ പറയാ ക്യാപ്ചർ ചെയ്തിട്ട് നിങ്ങൾക്ക് എത്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ യാത്രകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ശരി, അപ്പൊ ഓക്കെ. ലിഫ്റ്റ് വന്ന് കേറ്. എവിടെ പോട്ടെ. മക്കളെ, ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഊബർ 12 മിനിറ്റും കൂടിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹോട്ടലിന്റെ ലോബിയിൽ തന്നെ അവിടെ ഇരിക്കാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോഴേക്കും ഊബർ വരും. ഊബർ 1-2 ഇറങ്ങിയാൽ മതിയല്ലോ. അവിടെ മസാജ് ചെയറൊക്കെ ഉണ്ട് കേട്ടോ. അതിനൊക്കെ അവിടെ ജ്യൂസ് എടുത്ത് കുടിക്കുന്നുണ്ട് കേട്ടോ. കളയാട്ടോ, ഡ്രസ്സ് ബാക്കല്ലേ. അവിടെ പോയിട്ടിരിക്കും. റയാനവിടെ മാറിക്കാം. റയാനെ മുത്തുമുള്ള തീർന്നോ? അനു അവിടെ ഇരുന്നോ? അനു അവിടെ ഇരുന്ന് കുടിച്ചോ. അവിടെ ഇരുന്ന് കുടിച്ചോ. പറഞ്ഞതും കേൾക്കൂലല്ലോ. അപ്പൊ നമ്മള് കയറിയപ്പോൾ ബുക്ക് ചെയ്തു. ഓക്കെ, വണ്ടി വന്നു കേട്ടോ. ഒരു കളിക്ക് ഇതാ ബെറ്റർ. ഇന്നലെ നമ്മൾ ഇതാ നോക്കിയപ്പോൾ ഇതാണ് ബെറ്റർ. ഞങ്ങളിപ്പോ എവിടേക്കാണ്? ബുർജുൽ അറബ അല്ലേ. ഞങ്ങൾ ബുർജുൽ അറബയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ കരീമയില് ടാക്സി ബുക്ക് ചെയ്തിട്ടാണ് പോണത്. ബുർജുൽ അറബ കാണുന്നു. ഓക്കെ, അതിന്റെ അടുത്താണ് നമുക്ക് ഇവിടെ സീ ഫുഡാണ്, മീനാണ് ഇവിടുത്തെ മെയിൻ. സംഭവം ഇവിടെ ഇരിക്കാം, പക്ഷെ അവിടെ ചൂടുണ്ട്. ഈ ഉച്ച നേരം നമുക്ക് അകത്തിരില്ല അല്ലേ. എ സി കാര്യമില്ല. വരും
നെയ്ച്ചോറിൻ്റെതാണ്. ഒരു പരിപ്പ് കറി, ഒരു മോട്ടർ റൈസും കൂടെ അറബിക് റൈസും പറയുന്നുണ്ട്. നെയ്ച്ചോറും നല്ല കോമ്പിനേഷൻ, നല്ല കോമ്പിനേഷൻ. ഒരു പ്ലേറ്റ് രണ്ട് പ്ലേറ്റ് വെച്ച് നന്നായി. പിന്നെ 2 പ്ലേറ്റ് കറക്റ്റാവും. ഒരു എക്സ്ട്രാ പ്ലേറ്റ് ഉണ്ടല്ലോ, 4 പ്ലേറ്റ്. നമ്മൾ ഭക്ഷണം കഴിച്ചു. ആ റെസ്റ്റോറൻറ്റ് അത് ഈ ആംഗിളിൽ എടുത്തോ. വേണമെങ്കിൽ നമുക്കിതൊക്കെ അവിടെ നല്ലൊരു ലൊക്കേഷൻ കാണാനുണ്ട്, പോയി നോക്കാം. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങളിത് ഇറങ്ങി. ഇനി അടുത്തത് സൂക്കുൽ മദീന. അത് നമുക്ക് ഊബർ വിളിക്കാം. അതിൻ്റെ വന്ന് ഇതൊക്കെ നോക്കാം. നല്ലൊരു ഏരിയ പോലെ തോന്നുന്നുണ്ട്. അതൊക്കെ ഒന്ന് നോക്കട്ടെ. അവിടെ ബോട്ടുകൾ എന്താണ് അതെ ഇതുവരെ അപ്പുറത്തെ ഗേറ്റുണ്ട്. അവിടെ ലോക്ക് ഇതുണ്ടോ? ഏത് ഞാൻ ആ ബോട്ടിന്റെ വിവരങ്ങൾ അന്വേഷിച്ചിട്ടൂടെ? അപ്പൊ ഇന്ന് ഇതൊന്നുമില്ല. സംഭവം 350 ദിർഹമാണ്. ഒരു അരമണിക്കൂർ നമുക്ക് തന്നെ ഡ്രൈവ് ചെയ്യാം. നമുക്ക് തരും, പറഞ്ഞു തരും, നമുക്ക് ഡ്രൈവ് ചെയ്യാം, ഫോട്ടോഷൂട്ട് ചെയ്യാം. പക്ഷെ ഇന്നത്തെ കാലാവസ്ഥന്റെ പ്രോബ്ലം കാരണം ഇതൊക്കെ കയറ്റിട്ടിരിക്കണം. കേട്ടോ, അതുകൊണ്ടോ എടുത്തോ, വീഡിയോ എടുത്തോ, ഫുള്ള് കയറ്റിട്ടിരിക്കണം. പിന്നെ മറ്റേതൊക്കെ ഉണ്ട്. ഓ ബടാവാല സബ് കിത്തനേക്കാ? ബടാവാല ഗണ്ടേക്കാ? ഒരു മണിക്കൂറിന് 600 രൂപ. ആ ഇതൊക്കെ ഫാമിലി കൂടെ ആകത്തേനാ 10 ആളെ ഒരു മണിക്കൂർ 600 രൂപയാണ് ആ ഒരു ബോട്ടുകൾ. അതാ വലിയ ബോട്ടുകൾ, ഫാമിലി ബോട്ട്. കണ്ടില്ല, ഇത് 350 അരമണിക്കൂറിന്. ഇത് നമുക്ക് ഓടിക്കാം, അത് നമുക്ക് ഓടിക്കാൻ പറ്റില്ല. പക്ഷെ ഇന്നൊന്നുമില്ല, ആക്ടിവിറ്റീസ് ഒന്നുമില്ല. കാരണം മോശം ഖറാബേ, കാലാവസ്ഥ വളരെ മോശമായതുകൊണ്ട് ഇന്ന് കടൽ ആക്ടിവിറ്റീസ് ഒന്നും ഇവർ ചെയ്യും. ഇന്ന് മറ്റോടത്തെ സംഭവം ഇല്ല, അതും ഉണ്ടാവില്ല. ഇന്നിപ്പോ നമ്മളിപ്പോ അവിടെ ബലൂന് പോയെന്ന് ബലൂൺ ഉണ്ടാവില്ല. കാരണം കാലാവസ്ഥ നമുക്ക് കാണുമ്പോ കാലാവസ്ഥ കുഴപ്പമില്ല, നോക്കിയിട്ട് കാര്യമില്ല. വെയിലുണ്ട്, കാറ്റുണ്ട്. പക്ഷെ നോക്കണോണ്ട് നല്ല മഴക്കാറും. അപ്പോ നല്ല മീൻ നമ്മളെ മീൻ കിട്ടണം. നല്ല മീൻ ഉണ്ടോ? നല്ല തെളി വെള്ളം മീൻ കാണണത്. ഈ ആംഗിളിൽ ഈ സാധനം എടുത്തോട്ടോ. ഈ ഹോട്ടലും ഇതും കൂടിയിട്ട് ഒരു റീലിൽ ഉണ്ടാവണം. അതിൽ നിറച്ച് ഞാൻ വേണം. വിളിക്കാതെ ഫ്രണ്ട്സ് കൂടെ ഡിഗ്രി കയറ്റി കൊടുക്കും. അങ്ങനെ കയറ്റും. നീങ്ങ സംഭവം ചലേ जाएंगे तो 4 दिन बाकी है. അപ്പൊ ഞങ്ങള് പിന്നെ ഇവിടുന്ന് അടുത്ത എവിടേക്ക് നമ്മൾ എവിടേക്ക് നമ്മൾ പോണത്? മദീനൽ ജുമൈറ. അപ്പൊ ഞങ്ങള് ഊബർ ബുക്ക് ചെയ്തു.
ഞങ്ങൾ മെട്രോ നടത്തൊക്കെ ഒഴിവാക്കി. ഏതായാലും ഈ കായ് ഫുള്ളായിട്ട് ചിലവാക്കി തന്നെ. അപ്പോൾ നമ്മൾ ഊബർ ബുക്ക് ചെയ്തു. ദ ബെൻസ് ഈ ക്ലാസ് തന്നെ വന്നു. അപ്പോൾ ഞങ്ങൾ അതിൽ കയറി. നമ്മൾ ഇനി അടുത്തത് സൂക്കൽ മദീനത്തുൽ ജുമൈറ. സോ ഇതാണ് ഗായ്സ് സൂക്കുൽ മദീനത്തുൽ ജുമൈറ. ഓക്കെ, നമ്മളിതാ ആ ഒരു ലൊക്കേഷനിൽ വന്നു. ബോർഡ് കണ്ടില്ലേ, സൂക്ക് മദീനത്തുൽ ജുമൈറ. ഇതിനുള്ളിലേക്ക് വരിക. നമ്മളിപ്പോൾ ടാക്സി പിടിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു. ഓക്കെ, നമുക്കിവിടെ എവിടെ ഇറങ്ങാം, എന്നിട്ട് നമുക്ക് ഇറങ്ങാം. ഇത് കാണാനുണ്ട്. ഈ സലാം പറഞ്ഞേക്കുന്ന സ്ഥലങ്ങളൊക്കെ കാണാനുള്ളത്. ഇതിന്റെ ട്രഡീഷണൽ ഫുള്ളും മരമാണ്, തേക്കാണ്, തേക്ക്. നിങ്ങളെന്താ വിളിക്കണോ? അതായത് 10,000 രൂപ. ഞാൻ പറഞ്ഞത് 500, 50 കുറവുള്ളൂ. വെച്ചാൽ മാത്രം പോലെ ഒന്ന് ബഹുമാനിക്കണം. പ്രൈസ് പോലെ സെയിം. 150. ഇത് 3000 ഉള്ളൂ കേട്ടോ. എന്ത് വേണം? അനു 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 നടക്ക് 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 നടക്ക്. പതുക്കെ 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 പോയാൽ മതി, പതുക്കെ പോയാൽ മതി. വെള്ളമാണെങ്കിൽ ഇവിടെ ഉണ്ട് കേട്ടോ. ആ, തണുത്ത വെള്ളം കിട്ടും. തണുത്ത വെള്ളം എവിടെ കിട്ടിയാലും നമ്മൾ കുടിക്കും. ഇതിൻ്റെ ഉള്ളിലോ പഴയ ട്രഡീഷൻ നമ്മളൊന്നും കമ്പുകളും വടികളൊക്കെ ചെറ്റിട്ട് ഒരു മാർക്കറ്റ്. എപ്പോഴും പഴയ ഓൾഡ് ഗോൾഡ്. ഇത് കനാൽ റെസ്റ്റോറൻറ്റ്, നല്ല അടിപൊളി കനാൽ റെസ്റ്റോറൻറ്റ്. അപ്പോൾ പാലുണ്ട്, നമുക്ക് അതിൽ പോയിട്ട് പാലത്തുമ്പോൾ കയറാം. ആ പാല് നല്ല രസമുണ്ടാവും.
ഓനാണ് നമ്മളെ ഗൈഡ്. എന്താണ് അത്? വിളക്കല്ലല്ലോ. അതിന്റെ ഉള്ളിൽ കൊള്ളിക്കണ്ടല്ലോ. പാകിസ്ഥാൻ ഇങ്ങനെ എല്ലാം ഉണ്ട്, എല്ലാ രാജ്യവും ഉണ്ട്. നമ്മള് ഗാന്ധിജിയെ തിളങ്ങി നിൽക്കുന്നു. തിളങ്ങി നിൽക്കുന്നുണ്ട് ഗാന്ധിജി. ഉമ്മി ഇത് എക്സിറ്റ്. ഇത് ഇതിന്റെ ഉള്ളിൽ എന്താ സ്വർണ്ണാണ്? സ്വർണ്ണം എന്നാണ്? സ്വർണ്ണല്ല, ഇതൊരിക്കലും പേളിന്റെ പേര്. സെയിം 200. ഉമ്മ വിളിക്കണം, ഉമ്മ വിളിക്കണോ? ബസ്സിന്റെ മുകളിലും കൊടുക്കാം അല്ലേ? കല്യാണ്ട സൈഡ് ഏത് ലോക്കലിന്റെ മുകളിൽ കടലാമ. ആമോടെ താത്തരും, ആമ മുതലൊക്കെ താത്തരും. എന്തിനാണ്? ചെറിയ ചെറിയ മോതിരങ്ങള്. വേരലുമൊക്കെ ഫുള്ളുണ്ട്. മറക്കാൻ പറ്റൂല, ഇടിക്കാൻ. ബുർജ് ഖലീഫ ഉണ്ട്, പിന്നെ ബുർജുൽ അറബ് ഉണ്ട്, പല സൈസും ഉണ്ട്. അതെ, ബുർജുൽ അറബ് വലുതുണ്ട്, ചെറുതുണ്ട്, അതിന്റെ ചെറുതുണ്ട്. ബുർജ് ഖലീഫ ഒക്കെ ഏത് സൈസ് വേണമെങ്കിലും ഉണ്ട്. അതിന് നല്ല ചെറുത് വേണം, അതുകൊണ്ട്. ഇത് രണ്ടും കൂടി വേണം, അതുകൊണ്ട്. കഴിഞ്ഞു, അറ്റ്ലാന്റിസ് കഴിഞ്ഞു, ബുർജുൽ അറബ് കഴിഞ്ഞു. എന്താ സ്വർണ്ണത്തിന്റെ മ്യൂസിയം. അയൺമാൻ കുന്തമൊക്കെ ഉണ്ട്, കുന്തം. താങ്ക് യു. നല്ല ടേസ്റ്റ് ഉണ്ട്. അയാനെ തിന്നുന്നുണ്ട്. ആ വണ്ടി എന്തിക്കോ നിങ്ങൾ ഇന്നോളി. ഇന്നോ ടേസ്റ്റ് ചെയ്യാൻ തരുന്നതല്ലേ? ടേസ്റ്റ്
എന്നാ ഉന്തി ടെസ്റ്റ് ഏതാണല്ലോ നീ വൈറ്റ് ടെസ്റ്റ് ഇതെന്താ അത് ചോക്ലേറ്റ് ബദാം പിസ്ത ബദാം ഇത് വൈറ്റ് ടെസ്റ്റ് മിക്സ് റോസും നോട്ടെ അത്ര രസമില്ലല്ലേ ഒരു ഇതൊന്നും അനോ നീ അവിടെ നേരത്തെ കൊടുത്തത് ടേസ്റ്റിനായിരുന്നു അവിടുന്ന് ഇതല്ല നമ്മളിപ്പോ ഇവിടുന്ന് ഊബർ എടുത്തു നേരെ എന്താ പറയാ ഗുരുജില റബ്ബ ഓക്കെ ഇത് കാണേണ്ടത് ഈ സൂക്ക് കാണേണ്ടത് നല്ല രസമുള്ള ഒരു സൂക്കാണ് അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നേരെ എന്നിട്ട് ബുറൂജുൽ അറബ് ഓക്കെ എൻ്റെ വക്കത്ത് വന്നിട്ട് ഞങ്ങളോട് തിരിക്കുകയാണ് അടുത്ത് വന്നിട്ട് ഞങ്ങൾ തിരിക്കുകയാണ് കാരണം അവർക്ക് നമുക്ക് എൻട്രി ഇല്ല അപ്പോൾ നമ്മൾ നേരെ ബീച്ച് സൈഡിലേക്കാണ് പോകണം ബുറൂജ് അറബിന്റെ ബീച്ച് സൈഡിൽ പോയിട്ട് നമുക്ക് ഫോട്ടോഷൂട്ട് ചെയ്യാൻ പറ്റും നോക്കാം നമ്മൾ ബുറൂജുൽ അറബിന്റെ ബാക്ക് സൈഡിലുള്ള ബച്ചൊക്കെ പാർക്കാണ് ഇവിടെ കുട്ടികളെ പാർക്കുണ്ട് ഈ സൈഡിൽ ബീച്ചാണ് ബുറൂജുൽ അറബ് അപ്പുറത്തുണ്ട് ഞങ്ങൾ അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വന്നു എൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് അവിടെ എൻട്രി ഇല്ല ലോബിയിലും എൻട്രി ഇല്ല മൊത്തത്തിൽ കാലാവസ്ഥയും കുറച്ച് മോശമാണ് ഓക്കെ ഞങ്ങളിവിടെ ബുറൂജ് അറബിന്റെ ബാക്ക് സൈഡിൽ വന്നിട്ടുണ്ട് ആ ബുറൂജ് അറബിന്റെ ഫോട്ടോ പറഞ്ഞു കിട്ടും അതന്നെ നല്ലത്